ഹലോ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നത്തെ പോലെ തന്നെ ഇന്നും സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് പാൻ കേക്കാണ് കേട്ടോ കൊടുത്തു വിടണത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കാൻ യാതൊരു പ്ലാനും ഇല്ലേനി കേട്ടോ. പെട്ടെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ്. പിന്നെ കുറച്ച് ദിവസമായല്ലോ നമ്മളെ ചാനലിൽ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. മക്കൾക്ക് സ്കൂളിലെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ആക്കാനും ചെറിയൊരു മടിയും വന്ന്, എന്താ അറിയില്ല, ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു മടിയൊക്കെ വരും കേട്ടോ വീഡിയോ എഡിറ്റ് ആക്കാൻ. വീഡിയോ എടുക്കാൻ ചിലപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് എടുത്തു പോവും, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉള്ള എഡിറ്റിംഗ് ആണ് കേട്ടോ കുറച്ച് സമയം എടുക്കുക. അങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കുമല്ലോ. പിന്നെ ഇതുപോലെ വീഡിയോ എടുക്കാനും എഡിറ്റ് ആക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ചില ടൈമിൽ പിന്നെ എല്ലാവർക്കും വരുന്നൊരു മടി തന്നെയാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ സമയമൊക്കെ കണ്ടെത്തിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്യാം കേട്ടോ. വലിയ ആൾക്കാരൊക്കെ പറയുന്ന പോലെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു വിചാരിച്ച് നിന്നാൽ അവിടെ നമ്മൾ നിൽക്കലേ ഉണ്ടാവുള്ളൂ. നമുക്കൊന്നും നേടാനോ ആവാനോ ഒന്നും പറ്റൂല. അധികം ആൾക്കാർ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ നെഗറ്റീവ് ആവും കേട്ടോ കണ്ടെത്തുക. ഇപ്പം നമ്മളൊരു വീഡിയോ ഇട്ടാൽ തന്നെ അത് നല്ലത് ഇനിയെന്ന് പറയാൻ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അതിനെന്തെങ്കിലും ചെറിയ കുറ്റം കണ്ടെത്താനാവും കേട്ടോ കൂടുതൽ ആൾക്കാർ ശ്രമിക്കുക. പക്ഷെ അങ്ങനെ നല്ലത് ഇനിയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ. അപ്പം ഞാൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ വലിയൊരാളായിട്ട് പറഞ്ഞതൊന്നല്ല കേട്ടോ. ഞാനും ഇതുപോലെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ആ ഒരു ആഗ്രഹത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പം ടൈമൊന്നും പോയത് അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ മക്കളൊക്കെ പോയതിൻ്റെ ശേഷം ചായക്കുടിയും പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോണറ്റ് ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ട മാവൊക്കെ ഒന്ന് ആദ്യം കുഴച്ച് വെക്കുകയാണ്. അപ്പോൾ അതാ ഒരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം അതൊന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കുക. ഒരു 5-10 മിനിറ്റ് ആകുമ്പം തന്നെ അതൊന്ന് പൊങ്ങി വരും. അതിൻ്റെ ശേഷം ആ ഒരു മിക്സിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം ബട്ടറും യൂസ് ചെയ്യുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആദ്യം ബൗളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. അതിൻ്റെ ശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുഴക്കുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ കൈമലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അത് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ കുഴച്ച് അങ്ങനെ റെഡിയാക്കി എടുക്കലാണ്. അങ്ങനെ ഇതാ മാവ് നല്ലതുപോലെ സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ബൗളിലും പിന്നെ മാവിൻ്റെ മുകളിലൊക്കെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ സമയം തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓവനിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഉച്ചക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നിതാ ചേന മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവരും നാട്ടിലും ചേന എന്നാണോ പറയാമെന്നറിയില്ല, നമ്മളവിടെ ചേന എന്നാട്ടോ പറയാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൈ നന്നായിട്ട് ചൊറിയും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഇതാ മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. നാട്ടിലാണെങ്കിൽ ഇത് മരത്തുനിന്നൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ ആകുമ്പോൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിയ നിവർത്തിയുള്ളൂ. പിന്നെ നാട്ടിലാവുമ്പം ഇതൊക്കെ കൂട്ടാനും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുണ്ടാവില്ല അല്ലേ. ഇവിടെ ആകുമ്പോഴാണ് ഇതൊക്കെ കൂട്ടാനും അതിൻ്റെ വിലയൊക്കെ മനസ്സിലാവുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പം ആ ഒരു ടൈമിൽ തന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ പണിയായിട്ടൊന്നും തോന്നൂല കേട്ടോ. നമ്മളിങ്ങനെ എല്ലാം ലാസ്റ്റിലേക്ക് വെക്കുമ്പോഴാണ് കിച്ചണ് കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരിക. ഇതുപോലെ മുരിങ്ങയിലൊക്കെ ആണെങ്കിൽ പിന്നെ തായും നമ്മൾ ക്ലീൻ ആക്കി കൊടുത്തൊക്കെ ഉണ്ടാവും ആ ഒരു ഇല. എപ്പോഴും നമ്മൾ കിച്ചണിൽ പണി ചെയ്യുമ്പം ആ ഒരു വൃത്തിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കള ജോലി ഒരു ഭാരമായിട്ട് തോന്നൂല കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലത്തെ ക്ലീനിങ്ങും പിന്നെ പാത്രം കഴുകലൊക്കെ ആവുമല്ലോ അധികം ആൾക്കാർക്കും മടി ഉണ്ടാവുക. അപ്പം നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകലും പിന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് മടിയായിട്ട് തോന്നൂല കേട്ടോ. വേഗത്തിൽ തന്നെ പണി കഴിയുകയും ചെയ്യും.
അങ്ങനെ ഇതാ മുരിങ്ങയില ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും കൂടെ ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. അപ്പം എല്ലാ വീഡിയോയിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ നിങ്ങൾ കാണൽ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം ഒരുപോലത്തെ കാര്യങ്ങൾ തന്നെ ആവട്ടോ കാണിക്കാനുണ്ടാവുക. അപ്പം എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഇതാ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന ടൈം ആയിട്ടുണ്ടായിനി. പിന്നെ ഒരു ഇക്ക വന്ന് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പഠിക്കാനൊക്കെ ഇരുന്ന് കേട്ടോ. ഇനി ഇതാ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതൊന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി, നന്നായിട്ടൊന്ന് കുഴക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു മാവുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പം ഞാൻ 2 ഭാഗമാക്കിയിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെയും ചെയ്യുക. ഞാനിതാ ഇങ്ങനെ പരത്തിയെടുത്തിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത്. നോസിലിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കുപ്പിൻ്റെ മൂടി ഉണ്ടാവുമല്ലോ ചെറുത്, അതെടുത്തിട്ട് കട്ട് ചെയ്താലും മതി. അങ്ങനെ എല്ലാതും റെഡിയാക്കി എടുത്തതിൻ്റെ ശേഷം കുറച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ന്യൂട്ടെല്ല ഫില്ലിങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ എല്ലാതും ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ക്ലിം ഫിലിം കൊണ്ട് റാപ്പ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതുവരെ ഞാൻ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് കൊണ്ട് പാത്രം കഴുകാനും പിന്നെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരവിടെ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഡോണറ്റ് റെഡി ആയോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാണ്. മണി പ്ലാന്റ് കഴുകിയിട്ട് വേറെ വെള്ളമൊക്കെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം എന്തോ കേട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മണി പ്ലാന്റൊക്കെ നമുക്ക് കുറച്ച് ദിവസം കൂടുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കഴുകിയെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇതിൻ്റെ മുകളിൽ പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പാലിന് പകരം എഗ്ഗ് ആയാലും കുഴപ്പമില്ല. പിന്നെ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നേരിട്ട് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ടൈം എടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പുറം ഭാഗം നല്ല ബ്രൗൺ ആയി കിട്ടുകയും ചെയ്യും, ഉൾഭാഗം വെന്ത് കിട്ടൂല. അപ്പോൾ ഇതാ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനിലാണ് കേട്ടോ ഞാനിത് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ബേക്ക് ചെയ്യാനായിട്ട് ഒരു 150 ഡിഗ്രിയിൽ തന്നെ ഒരു 15-20 മിനിറ്റ് ടൈം കൊടുത്തിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഓവനനുസരിച്ചിട്ട് ടൈമിലും ഇതിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ടൈമും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കാണാൻ എനിക്കൊരു ബണ്ണ് ടൈപ്പാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതാ ചോക്ലേറ്റൊക്കെ മെൽറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിലാക്കിയിട്ട് അങ്ങനെ കഴിക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതാ ഈ ഒരു ന്യൂട്ടെല്ല ഫില്ല് ചെയ്തിട്ടുള്ള ഈ ഒരു ഡോണറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. ഇതിതാ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഡോണറ്റാണ്. ഇത് കാണാൻ തന്നെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബേക്ക് ആക്കണേക്കാളും നല്ലത് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നാണ്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നല്ല ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉൾഭാഗം വെന്ത് കിട്ടൂല. ഏതായാലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ചോക്ലേറ്റൊക്കെ മെൽറ്റാക്കിയിട്ട് ആക്കി കൊടുക്കുക. അപ്പം ഞാൻ ചോക്ലേറ്റ് മെൽറ്റാക്കിയതും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് അതിൽ കളറ് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതാ സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണല്ലോ നല്ല ഇഷ്ടം ഉണ്ടാവുക. പിന്നെ സോഫ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല കേട്ടോ. 2 രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഡോണറ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് രാത്രി ഭക്ഷണം കഴിക്കാനൊന്നും വേണ്ട കേട്ടോ.
പിന്നെ ഞാൻ നാളെ രാവിലത്തേക്ക് വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ മാവ് ഓവൻ്റെ ഉള്ളിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഇതാ നാളെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ചിക്കൻ സാൻഡ്വിച്ച് മതി എന്നാട്ടോ പറഞ്ഞത്. അതുകൊണ്ട് ഇതാ ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മസാലയൊക്കെ ഒന്ന് ആക്കി വെക്കുകയാണ്. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ രാവിലെ എടുത്ത് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.